നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന് തലവേദനയായി സാക്ഷികളുടെ മൊഴിമാറ്റം. സാക്ഷികൾ മൊഴിമാറ്റുന്നത് പ്രതി ചെന്താമര വീണ്ടും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമെന്ന് ഭയന്ന്. മൊഴിമാറ്റം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് വരോട് സ്വദേശി അഫ്സറിന്. വാരിയലിന് പരിക്കേറ്റ അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും NSSKPT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. മദ്യകമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22 അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPMന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ. പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും ഐക്യദാർഢ്യ പൊതുയോഗം നടത്തി. ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. വ്യാപാര മേഖലയെ തകർക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപാരികളുടെ മാർച്ചും ധർണയും. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് പുനഃക്രമീകരിക്കണമെന്നും വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കണമെന്നും പ്രധാന ആവശ്യം. അഗ്നിരക്ഷാസേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടതു സർക്കാരെന്ന് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA. പാലക്കാട്ട് കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം. മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സർക്കാർ ആധുനികവൽക്കരിച്ചെന്നും MLA. പത്തിരിപ്പാല ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം. ആവശ്യമുന്നയിച്ച് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയെ ഭയന്ന് പലരും മൊഴി മാറ്റുന്നു. കേസിൽ മൊഴിമാറ്റമില്ലാതാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ വ്യക്തമാക്കി. ചെന്താമരയുടെ ഭീഷണിയെ തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് 2 പേർ മൊഴിമാറ്റിയിരുന്നു. ചെന്താമരയെ ഭയന്ന് ഇനിയും സാക്ഷികൾ മൊഴിമാറ്റുമെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് കരുതൽ നടപടി സ്വീകരിക്കുന്നത്. ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമോ എന്നുള്ള ഭയമാണ് സാക്ഷികൾ മൊഴിമാറ്റാൻ കാരണം. എന്നാൽ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്. 8 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ആലത്തൂർ കോടതിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അതിന്റെ നടപടികളുണ്ടാവും. പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയന്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, മറ്റേ സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പൊ പലരും പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. SP-യുടെയും DIG-യുടെയും നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ടെന്നും ഡിവൈഎസ്പി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. അഫ്സറിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഒറ്റപ്പാലം പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഇരുവരും ഒറ്റപ്പാലം NSSKPT VHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. 22 അംഗ ഭരണസമിതിയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ 12 പേരുടെ പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത്.
എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച പോലും ചെയ്യാൻ കഴിയാതെ തള്ളിക്കളഞ്ഞത് സിപിഎമ്മിന് കനത്ത തിരിച്ചടിയായി. ബിജെപിയും കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാതിരുന്നത്. പ്രമേയാവതരണത്തിന് ക്വാറം തികയാൻ 11 അംഗങ്ങൾ വേണമെന്നിരിക്കെ സിപിഎമ്മിന്റെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. ഇതോടെ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ബിജെപിയും കോൺഗ്രസും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രമേയം തള്ളിയതിനെ തുടർന്ന് സിപിഎം അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞത് എംഎൽഎയുടെ ഒരു വികസനവും വേണ്ട എന്നാണ് അവർ അങ്ങനെ പറഞ്ഞ 14 പേരും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്തു. കൈമാസത്തിലേക്കുള്ള സഹായം ഒരു സർക്കാർ നമ്മുടെ എംഎൽഎ ഫണ്ടിലുള്ള ഒരു സഹായം എലപ്പുള്ളിക്ക് വേണ്ട എന്നുള്ള തലത്തിലാണ് അവർ തീരുമാനിച്ചത്. കോൺഗ്രസും ബിജെപിയും ഒത്തുചേർന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. അവിശ്വാസം പാസ്സാകാൻ ആവശ്യമായ ഭൂരിപക്ഷം സിപിഎമ്മിന് ഇല്ലെന്നും അതുകൊണ്ട് തന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പഞ്ചായത്തിൽ മദ്യക്കമ്പനി വേണ്ട എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസ്സാവുകയും ചെയ്തിരുന്നു. 8 സിപിഎം അംഗങ്ങൾ മാത്രമാണ് ഈ പ്രമേയത്തിനെ എതിർത്തത്. ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മധ്യ മുതലാളിമാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഇതിപ്പോ സിപിഎമ്മിന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മധ്യ മുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ള. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒയാസിസ് കമ്പനിയുടെ തൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും എലപ്പുള്ളിയിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടികൾ കൈക്കൂലി കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളെയും പഞ്ചായത്ത് മെമ്പർമാരെയും വിലക്കെടുക്കാൻ ഒയാസിസ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് PA പൗരൻ ആരോപിച്ചു. കമ്പനി സാമ്പത്തിക പ്രലോഭനത്തിൽ പലരെയും അകപ്പെടുത്തി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന്റെ അഭിമാനമാണെന്നും മദ്യക്കമ്പനിയുടെ ഗൂഢാലോചനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കോൺഗ്രസും ബിജെപിയും ജനങ്ങൾക്കൊപ്പം ഒന്നിച്ചു നിൽക്കണമെന്നും PA പൗരൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനുമതി നേടി ജലചൂഷണം നടത്താമെന്ന കമ്പനിയുടെ വ്യാമോഹം നടക്കില്ലെന്നും PA പൗരൻ വ്യക്തമാക്കി. എൻവയോൺമെന്റ് കമ്മിറ്റിയെ നിയമിക്കുവാൻ ഉത്തരവിടുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പാരിസ്ഥിതിക കമ്മിറ്റിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പ്രാദേശിക പാരിസ്ഥിതിക കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ അകത്ത് പ്രവേശിക്കുവാൻ എനിക്ക് അനുമതി കിട്ടി. അങ്ങനെ അകത്ത് പ്രവേശിച്ച് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് കമ്പനി 60 ബോർവെല്ലുകൾ നിയമവിരുദ്ധമായി അവിടെ കുഴിക്കുകയും ആ ബോർവെല്ലുകളിൽ നിന്നുമാണ് കമ്പനിക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്നത് എന്ന്. അങ്ങനെ നിയമവിരുദ്ധമായി വെള്ളം ശേഖരിച്ചതിന്റെ ഫലമായിട്ടാണ് സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ ബോർവെല്ലുകളിലെയും അതേപോലെ നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടർ സോഴ്സസുകളും അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ. കർഷക മുന്നേറ്റം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് S സജീഷ് കുത്തനൂർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി R ചന്ദ്രൻ, മണ്ണുക്കാട് ബ്രൂവറി വിരുദ്ധ സമരസമിതി രക്ഷാധികാരി പുതുശ്ശേരി ശ്രീനിവാസൻ, MN രാവുണ്ണി പോരാട്ടം, പരിസ്ഥിതി പ്രവർത്തകൻ ആറുമുഖൻ പത്തിച്ചിറ, ദുരന്ത നിവാരണ ഗവേഷകൻ K ശരവണകുമാർ, പാണ്ഡ്യയോട് പ്രഭാകരൻ, രമേശ് മേത്തല, OH ഹലീൽ, V രവീന്ദ്രൻ, അധിരഥൻ, വിളയോടി ശിവൻകുട്ടി, റൈമണ്ട് ആന്റണി, ജ്യോതിഷ് പുത്തൻസ്, ശിവദാസ് നൊച്ചുള്ളി, KR ഹിമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്തെ വ്യാപാരി സംഘടനകൾ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് പുനഃക്രമീകരിക്കുക, വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. അശാസ്ത്രീയമായ നിബന്ധനകൾ പിൻവലിക്കുക തുടങ്ങിയ എണ്ണമറ്റ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തെ കച്ചവട മാർച്ചിനെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷിന് കൊടുക്കുന്ന നിവേദനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിലാണ്. എന്താണ് ആ മാറ്റം? നമുക്കെല്ലാം അറിയാം, ഒരു വ്യാപാര സ്ഥാപനത്തിൽ കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനം മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം കൂടിയും സംസ്ഥാനത്ത് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ്. ചെറുകിട വ്യാപാര മേഖലകളിൽ കാറ്റഗറൈസ് ചെയ്യണമെന്ന് പല തവണ വ്യാപാര സമൂഹം ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഒരു മാസം തികച്ച് 1 കിലോയിൽ പോലും വേസ്റ്റേജുകൾ എടുക്കാനില്ലാത്ത സ്ഥാപനത്തിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോക്കുകുത്തി സംവിധാനത്തിലൂടെ ഹരിതകർമ്മസേനയ്ക്ക് മാസം തോറും 150 എന്ന കണക്കിൽ ഒരു വർഷത്തിന് 1800 രൂപ അടച്ചെങ്കിൽ മാത്രമേ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി കൊടുക്കുകയുള്ളൂ എന്നുള്ള നിയമത്തിൽ നിന്നും മാനദണ്ഡത്തിൽ നിന്നും മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാവണം. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യൂസ്ഡ് വെഹിക്കിൾ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത, ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് തിലകം, KVVS വർക്കിംഗ് പ്രസിഡന്റ് PV ബഷീർ, ക്വാറ പ്രസിഡന്റ് ഭാസ്കരൻ, ബാർബേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സുന്ദരൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി പ്രതിനിധി മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് V മുഹമ്മദ് അഫ്സൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൊഴിൽ നികുതി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ ധർണ യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ശിവദാസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വർധനവില്ലാതെ 1ഉം 2ഉം 5ഉം സ്ലാബുകളിലുള്ള പുസ്തകം 120 രൂപ ഉണ്ടായിരുന്ന ടാക്സിനെ കൊണ്ടുപോയി 320ഉം 560ഉം ആക്കിക്കൊണ്ട് സർക്കാർ നിലവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ പാവപ്പെട്ട വ്യാപാരികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ 2000ഉം 3000ഉം മാസം വരുമാനമുള്ള വ്യാപാരികളെ കൊണ്ട് പിരിയുന്ന ഒരു സംരംഭമാണ് ഇന്നത്തെ സർക്കാർ നിലകൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ധർണയ്ക്ക് ശേഷം വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി റദ്ദാക്കുക, അന്യായമായ ഹരിതകർമ്മസേന യൂസർ ഫീ ഒഴിവാക്കുക, വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, വ്യാപാര മേഖലയെ സംരക്ഷിക്കുക, ഉദ്യോഗസ്ഥ പീഡനങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. കോട്ടായി സെന്ററിൽ നിന്നും വ്യാപാരികൾ പ്രകടനമായാണ് ധർണയ്ക്കെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൊഴിൽ നികുതി വർധനവിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകൾ സംയുക്തമായി പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KVVS ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ ജീവിക്കാൻ അനുവദിക്കുക, വ്യാപാര പീഡന നടപടികൾ പിൻവലിക്കുക, തൊഴിൽ നികുതിയിലെ അന്യായ വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേന യൂസർ ഫീ ഒഴിവാക്കുക, ലൈസൻസ് നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും തൊഴിൽ നികുതി വർധനവിനെതിരെയുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ KVS ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ്
ഗിരീഷ് അധ്യക്ഷനായി. പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, യൂണിറ്റ് അംഗവും KSBA സംസ്ഥാന ട്രഷററുമായ സക്കീർ ഹുസൈൻ, ശങ്കരമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻസാർ, പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ അബുലൈസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ, ലക്കിടിപ്പേരൂർ പഞ്ചായത്തുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി ഗിരീഷ് പാലാരി ഉദ്ഘാടനം ചെയ്തു. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിത കർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കാരണം ഈ നാടിന്റെ ശുചിത്വത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സേവനത്തിന് വ്യാപാരികൾ എന്നും അവരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനവും, അത് ഈ നാടിന്റെ ആവശ്യവുമാണ്. പക്ഷേ ഈ ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത കടകൾ, അവിടെയുള്ളവരുടെ യൂസർ ഫീ ഒഴിവാക്കണമെന്ന് മാത്രമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ നയവൈകല്യങ്ങൾ കൊണ്ട് കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി ഇന്നതൊരു കടങ്കഥയായി മാറിയിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് തന്നെയാണ് വ്യാപാര മേഖലയും പോയിക്കൊണ്ടിരിക്കുന്നത്. ധർണയിൽ ഏകോപന സമിതിയുടെ പത്തിരിപ്പാല, മണ്ണൂർ, പഴയ ലക്കിടി യൂണിറ്റുകൾ പങ്കെടുത്തു. വിദേശ കുത്തകകളിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിനുമേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്കുമേൽ ഉള്ള GSTയിൽ നിന്ന് വ്യാപാരികളെ പൂർണ്ണമായും ഒഴിവാക്കുക, GST കൗൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 18-ന് ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ പാർലമെന്റിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി ഫെബ്രുവരി 13-ന് വ്യാഴാഴ്ച വിളംബര ജാഥയും പന്തംകുളത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗം മണ്ഡലം പ്രസിഡന്റ് മരക്കാർ മുരുക്കുംപറ്റ ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ യൂസഫ്, ഷമീർ ചന്ദനപ്പുറം, സൈനുദ്ദീൻ TH, കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ധർണാ സമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് K. ഷർഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ഡെൽറ്റ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഗ്നിരക്ഷാ സേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടത് സർക്കാരെന്ന് K. ശാന്തകുമാരി MLA. കേരള ഫയർ സർവീസ് അസോസിയേഷൻ പാലക്കാട് മേഖലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു K. ശാന്തകുമാരി. കേരളത്തിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും K. ശാന്തകുമാരി കുറ്റപ്പെടുത്തി. ഫയർ സർവീസിന് മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ആധുനികവൽക്കരിച്ചു. എവിടെ ഏതുതരം അപകടം നടന്നാലും രക്ഷിക്കാൻ അഗ്നിശമന സേന എത്തുമെന്ന പ്രതീക്ഷയുണ്ടായത് സേനയുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. മികച്ച സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായി സേനയെ ഇനിയും നവീകരിക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും K. ശാന്തകുമാരി പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്തതിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയത് ഈ കേരളത്തിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയും ക്രമസമാധാന നിലയിൽ നമ്പർ 1 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിനെയാണ്. ഞാൻ അങ്ങനെ നീണ്ടുപോകുന്ന ഒരുപാട് ഒന്നാം നമ്പർ സ്ഥാനം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? കേരളത്തിലെ സേന എന്ന് മാത്രമല്ല, അപ്പുറത്ത് നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ സമൂഹത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ വികസിത മേഖലയിലും ഒരു പൗരനെന്ന നിലയിൽ ഇടപെടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ ഇന്ന് കേരളം ലജ്ജയോടുകൂടി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം തമസ്കരിക്കണമെന്ന് ജനപ്രതിനിധികൾ പറയുകയാണ്. KESA മേഖലാ പ്രസിഡന്റ് M. രമേശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. ഷാജി, RFO KK ഷിജു, DFO T. അനൂപ്, A. ഷിജിൽ കുമാർ, KPO ജില്ലാ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ, PV മഹേഷ്, KP പ്രദീപ്, R. രഞ്ജിഷ്, MS ബിജോയ് എന്നിവർ സംസാരിച്ചു. നേരത്തെ സമ്മേളനം മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ബൈപ്പാസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം വാർഡംഗത്തിന് എതിരല്ലെന്നും ഇത് MLAക്കും സർക്കാരിന്റെയും കണ്ണു തുറപ്പിക്കാനുള്ള സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MLA വിജയദാസ് ബൈപ്പാസിനായി പ്രാഥമിക സർവേ നടത്തിയിരുന്നു. എന്നാൽ നിലവിലുള്ള MLA ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. ബൈപ്പാസിനായി ബജറ്റിൽ പോലും ഒരു ചില്ലി കാശ് പോലും വകയിരുത്തിയതുമില്ല. ഇതോടെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് മങ്ങലേറ്റു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സമരം.
വൃദ്ധരും സ്ത്രീകളും തുടങ്ങിയവർ ഒരേ സമയം സംഗമിക്കുന്ന ഭൂമി പത്തിരിപ്പാല ജംഗ്ഷൻ. ആ പത്തിരിപ്പാല ജംഗ്ഷന്റെ ഗതാഗത കുരുക്കിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ പറയുമ്പോ ഇവിടെയുള്ള മെമ്പർ പറയുകയാണ് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എന്ന്. 5 ലക്ഷം ഈ കനാൽ റോഡിൽ ബൈപ്പാസിന്റെ പേരും പറഞ്ഞ് കനാൽ റോഡിൽ ഒരു ബൈക്ക് പോയാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാൻ പറ്റാത്ത ഈ റോഡിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വീക്ഷണമെല്ലാം അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഷാഫി പറമ്പിൽ ബഹുമാനായ MLA ആകുമ്പോ KSRTCയുടെ മുന്നിൽ ഇതുപോലുള്ള ഒരു കനാൽ റോഡിനെ ആ കനാൽ റോഡിന് സ്ലാബ് ഇട്ട് ബൈപ്പാസ് ആക്കിയ അതുപോയി കാണണം MLAയും അവരുടെ അനുയായികളും. അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ 5 ലക്ഷം രൂപന്റെ പാച്ച് വർക്ക് നടത്തുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ധർണാ സമരത്തിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി PA ഷൗക്കത്ത് അലി, പറളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇല്ലിയാസ്, VA ഖാലിദ്, VM മുത്തു, മണ്ണൂർ പഞ്ചായത്ത് അംഗം PU റജുല ടീച്ചർ, ജബ്ബാർ CH, സൈഫുദ്ദീൻ PM, K മുസദിഖ്, ഹസീന CH, സബിത മുനീർ, റുബീന സാദിഖ് എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PM സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് മുൻപ് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിവേദനവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ നവീകരണം പൂർത്തിയായ പാറപ്പുറം പമ്പ് ഹൌസ് റോഡ് നാടിന് സമർപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപ ചെലവിൽ പാറപ്പുറം പമ്പ് ഹൌസ് റോഡ് കട്ടവിരിച്ചത്. ബ്ലോക്ക് മെമ്പർ സെയ്ദലവിയുടെ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന റോഡാണിത്. വെള്ളിയാഴ്ച രാവിലെ റോഡിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ പദ്ധതിയാണ് പൂർത്തീകരണം ചെയ്ത് ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റോഡിന് മാത്രമല്ല മറ്റ് ഒരുപാട് മേഖലയിൽ നമുക്ക് വികസനം എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായ ഫണ്ടുകളിൽ നിന്നുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോഡിന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ SC ST വിഭാഗക്കാരുടെ, അതുപോലെ ക്ഷീര കർഷകർ, അതുപോലെയുള്ള ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് ഫണ്ടുകൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ബ്ലോക്ക് മെമ്പർ V സെയ്ദലവി സ്വാഗതം പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർ നസീജ, KP അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നാട്ടാനകൾ കുറഞ്ഞത് എഴുന്നള്ളിപ്പുകൾക്കിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായെന്ന് ആനപ്രേമി സംഘം. 700-ലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 390 ആനകൾ മാത്രമാണ് ഉള്ളതെന്നും ഇതിൽ 290 ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതോടെ വിശ്രമം നൽകാതെ ആനകളെ കൂടുതൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുകയാണ്. ചൂടുകൂടി വർദ്ധിച്ചതോടെ ആനകൾ ഇടയുന്നത് പതിവായി. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ആനകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല. DJ സൗണ്ട് സിസ്റ്റം, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്ത്, പള്ളി പെരുന്നാൾ, പള്ളി നേർച്ച എന്നിവ നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആന എഴുന്നള്ളത്തിനിടയ്ക്ക് വരുന്ന അപകടങ്ങൾ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏകദേശം 300ഓളം ആനകളെ വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇത് നിലവിലുള്ള ആനകൾക്കപ്പോൾ വിശ്രമക്കുറവുണ്ട്. അതിനൊരു പരിഹാരം വേണമെങ്കിൽ ആനകൾ കേരളത്തിലേക്ക് ഇനിയും ആനകൾ വരേണ്ടതുണ്ട്. മാത്രമല്ല, തലപൊക്ക മത്സരം, അതുപോലെ തന്നെ ഈ പറയുന്ന ആനകൾക്ക് സ്വീകരണം കൊടുക്കുന്ന പരിപാടി, വലിയ സൗണ്ട് സിസ്റ്റം, DJ ഉൾപ്പെടെയുള്ളവ ആനയുടെ മുന്നിൽ നിന്നും 1 കിലോമീറ്ററെങ്കിലും നീക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത്തരം പരിപാടികൾ ചില കമ്മിറ്റിക്കാർ പാലിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തും കൂടി നമ്മൾ അനുഭവിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കൂറ്റനാട് വാവന്നൂർ ജുമാ മസ്ജിദിൽ നമസ്കാരത്തിനെത്തിയ വിശ്വാസിയുടെ മൊബൈൽ ഫോൺ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പള്ളിക്ക് സമീപത്തു നിന്നായി ഒരു ബൈക്കും മോഷ്ടിക്കപ്പെട്ടു. വാവന്നൂർ ജുമാ മസ്ജിദിൽ നമസ്കരിക്കാനെത്തിയ വാവന്നൂർ സ്വദേശി വാച്ചാക്കൽ മുഹമ്മദിന്റെ ഐഫോണാണ് മോഷണം പോയത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. നിസ്കാരത്തിനിടെ ഫോണും വാഹനത്തിന്റെ താക്കോലും ജനലിൽ വെക്കുകയായിരുന്നു. വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതിനിടെ എത്തിയ നീല ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച മോഷ്ടാവെന്ന് സംശയിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഫോൺ കൈക്കലാക്കിയ ശേഷം ഇയാൾ ബാഗുമെടുത്ത് സ്ഥലം വിടുകയായിരുന്നു. മുഹമ്മദിന്റെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ സമീപത്തു നിന്നായി ഒരു ഇരുചക്ര വാഹനവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കൂറ്റനാട് പിലിക്കാട്ടിരി സ്വദേശി ഷിനോയുടെ ചുവന്ന നിറത്തിലുള്ള ഹീറോ പാഷൻ ബൈക്കാണ് കാണാതായത്. കുന്നംകുളത്ത് പഠിക്കുന്ന ഷിനോയ് രാവിലെ ക്ലാസ്സിന് പോകാൻ 8:45 ബൈക്ക് ഇവിടെ നിർത്തിയിടുകയായിരുന്നു. വൈകിട്ടെത്തിയപ്പോഴാണ് വാഹനം കാണാതായതായി മനസ്സിലാകുന്നത്. ഈ മോഷണക്കേസിലും ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി പുളിനെല്ലി ഗവൺമെന്റ് LP സ്കൂളിന്റെ 111ാമത് വാർഷികം ആഘോഷിച്ചു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കുഞ്ഞിലക്ഷ്മി, കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത CR, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത V, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, 8ാം വാർഡ് മെമ്പർ MR രജിത, കുഴൽമന്ദം AEO വിക്ടർ ഡേവിഡ്, BRC ട്രെയിനർ ഡോക്ടർ ജഷി, CRC N നിഷാന, SMC ചെയർമാൻ രമേഷ് കുമാർ, MPTA പ്രസിഡന്റ് സുജിത, പ്രസീത ശങ്കർ KS എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സെലിൻ K പോൾ സ്വാഗതവും PTA പ്രസിഡന്റ് ശശികുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഡോക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ശ്രീജ സ്വാഗതം പറഞ്ഞു. റസീന, CV പ്രസാദ്, നന്ദകിഷോർ, പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഫെസ്റ്റിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ പ്രിൻസിപ്പാൾ വിതരണം ചെയ്തു. ഇത്തവണ ഫെസ്റ്റിൽ 11 സ്റ്റാളുകളാണ് ഒരുക്കിയത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ 100ഓളം വിദ്യാർത്ഥികൾ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കി. പണം നൽകി കൂപ്പൺ വഴിയായിരുന്നു വിതരണം. കുട്ടികളിൽ സംരംഭകത്വ ശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ ശ്രീജ പറഞ്ഞു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലെ ഫസ്റ്റാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ 11 സ്റ്റാളുകളായിട്ട് 11 ഡിപ്പാർട്ട്മെൻറ്റാണ് കോളേജിലുള്ളത്. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈവായിട്ടും അതുപോലെ തന്നെ സ്വന്തമായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് അവരിവിടെ പ്രദർശനം നടത്തുന്നതും ഇതിൻ്റെ വിൽപ്പന നടത്തുന്നതും. ഒരു ED ക്ലബിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ ഓൺടർപ്രണർഷിപ്പ്, സംരംഭത്വ വികസനം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഫുഡ് ഫെസ്റ്റ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വിപുലമായി നടത്തേണ്ടതും മാത്രമല്ല പല പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ ഒരു സഹായം കൂടി ആവുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാടാനംകുറിശി മൂലേക്കാവ് പൂരം വർണ്ണാഭമായി. വിവിധ ദേശ കമ്മിറ്റികളുടെ കാഴ്ച വരുന്ന വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ സംഗമിച്ചു. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവിലമ്മയ്ക്ക് കാഴ്ചയുടെ വിരുന്നാണ് ഒരുക്കിയത്. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഗജവീരന്മാർ, ഇണക്കാളകൾ തുടങ്ങിയവ കാഴ്ചയുടെ തലയെടുപ്പായി. കുഴിയാനംകുന്ന് ദേശം, പടിഞ്ഞാറ്റുമുറി ദേശം, പുതിയ റോഡ്, തെക്കേക്കുന്ന്,
സംഘം കമ്മിറ്റി എന്നീ ആഘോഷ കമ്മിറ്റികളുടെ വേലകളാണ് അണിനിരന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തായമ്പക എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പതിവ് തെറ്റിക്കാതെ കാളിയാറോട് നേർച്ചയ്ക്ക് മുട്ടും വിളിയുമായി പാലക്കാട് ജില്ലയിലെ കണ്ണമ്പാറയിൽ നിന്ന് 75 വയസ്സുള്ള ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ എത്തി. 58ാം തവണയാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. പ്രതിഫലം മോഹിച്ചല്ല, ഒരു പുണ്യകർമ്മമായാണ് താൻ ഇതിനെ കാണുന്നതെന്ന് ഉസ്താദ് പറഞ്ഞു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടന്നുവരുന്ന കാളിയാറോട് നേർച്ചയ്ക്കാണ് പതിവ് പോലെ ഉസ്താദ് മുഹമ്മദ് എത്തിയത്. ഇത്തവണ മകൻ അബൂബക്കർ സിദ്ദിഖും പേരക്കിടാങ്ങളായ 12 വയസ്സുള്ള ഫയാസ് മൊയ്യുദ്ദീനും 7 വയസ്സുകാരൻ ഹൈഫാസ് ബിലാലും ഒപ്പമുണ്ട്. മുട്ടും വിളി എന്ന കല അന്യം നിന്നു പോകരുത് എന്ന് കരുതിയാണ് വാർദ്ധക്യം അനുവദിച്ചില്ലെങ്കിലും താൻ ഇവിടെ എത്തിയത് എന്ന് ഉസ്താദ് പറഞ്ഞു. ഒപ്പം വളരെ അതവോടും കുരുത്തപുരുത്തോടുകൂടി വന്ന് 58ാമത്തെ വർഷവും പൂർത്തിയാക്കി. അതിന് ഈ കമ്മിറ്റിക്കാരനോടും നാട്ടുകാരനോടും എല്ലാവരിനോടും നന്ദി ഒരു 100 പ്രാവശ്യം രേഖപ്പെടുത്തും. ഈ തവണ വരുന്ന സമയത്ത് 2 കുട്ടികളുണ്ടല്ലോ, ഒപ്പം അതെന്താണ്? പേരക്കുട്ടികളാണ്. ഒന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവർക്ക് മുട്ടുംപിടിയിലെ വാക്താക്കളാണത്, വാർത്ത കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അനുഗ്രഹം കൊണ്ട് അത് മേലോട്ടം വരണം. അപ്പോൾ വരും തലമുറകളെയും പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അതെ. രാവും പകലും 3 ദിവസങ്ങളിലും മുട്ടുംവിളി ഉണ്ടാകും. മുരശ്, ഒറ്റ, ഡോൾ, തപ്പ് എന്നീ വാദ്യോപകരണങ്ങളുടെ സമന്വയമാണ് മുട്ടുംവിളി. ചരിത്രത്തിലെ 2 യുദ്ധങ്ങളായ ബദർ, ഉഹദ് എന്നിവയെ ആസ്പദമാക്കി മൊയ്തീൻകുട്ടി വൈദ്യർ രചിച്ചതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ മാന്ത്രിക കുഴലിലൂടെ ഗാനങ്ങളായി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇത്തവണ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രസിദ്ധമായ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് 5ാം വേല ആഘോഷിച്ചു. വിവിധ ദേശക്കാർ വേലാഘോഷത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 17 കോഴിമാമ്പറമ്പ് പൂരം. വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ നടന്ന 5ാം വേലയിൽ പാഞ്ഞാൽ, പുതുശ്ശേരി, നെടുമ്പുര, ചെറുതുരുത്തി, പള്ളിക്കൽ, താഴപ്ര, വെട്ടിക്കാട്ടിരി, ആറ്റൂർ, കൈപ്പഞ്ചേരി, പന്നിയടി ദേശക്കാർ ഒരുമിച്ചെത്തിയാണ് ചടങ്ങുകൾ നടന്നത്. പൂതനും പാക്കനാർ വേലയും കുരുത്തോല തൂക്കിയ പട്ടക്കുടകളുമായി ഭക്തരും ക്ഷേത്രത്തിലെത്തി. ദേവിയുടെ പ്രതിരൂപമായ കോമരം അരിയെറിഞ്ഞ് വിവിധ വേലകളെ സ്വീകരിച്ചു. കുട ചെരിഞ്ഞതോടെ 5ാം വേല ചടങ്ങുകൾക്ക് സമാപനമായി. ഫെബ്രുവരി 17 പ്രസിദ്ധമായ കോഴിമാമ്പറമ്പ് പൂരം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നൽകി വരാറുള്ള അവാർഡ് വിതരണം ചെയ്തു. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ TK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഈശ്വര ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളിലേക്ക്, പ്രതിഷ്ഠകളിലേക്ക് ആവാഹിച്ച് അവിടെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിരന്തരമായിട്ടുള്ള പരിചരണം, ഞാൻ ഈ മത്സ്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞ പോലെ നിരന്തരമായിട്ടുള്ള പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, നമ്മളുടെ സമർപ്പണങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ സങ്കീർത്തനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വഴിപാടുകളുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഈശ്വര ചൈതന്യം അവിടെ നിലനിൽക്കുകയുള്ളൂ. ഈ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കോഴിമാമ്പറമ്പ് പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം ഗോപാലകൃഷ്ണന് 15,001 രൂപയും പുരസ്കാരവും പ്രശസ്തിപത്രവും, മണ്ണത്ത് മുരളീധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മുരളീരവം പുരസ്കാരം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P. കൃഷ്ണദാസിന് 10,001 രൂപയും പുരസ്കാരവും പ്രശസ്തിപത്രവുമാണ്. ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ആദരവുകളായ രവികിരണം പുരസ്കാരം ഡോക്ടർ വാസുദേവൻ വൈദ്യർ, രാഘവീയം പുരസ്കാരം KP കമല ടീച്ചർ, ഗീതാനന്ദം പുരസ്കാരം കലാമണ്ഡലം കാർത്തിക് ശങ്കർ എന്നിവർക്കും നൽകി. ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണഴി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ A. അനന്തകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സന്ധ്യ മന്നത്ത്, KK മുരളീധരൻ, K. സുന്ദരൻ, അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രകലാ സാംസ്കാരിക സമിതി സെക്രട്ടറി PG രതീഷ് സ്വാഗതവും ട്രഷറർ മനോജ് തൈക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓട്ടംതുള്ളൽ, പാഞ്ഞാൾ സ്വദേശികളായ വീട്ടമ്മമാരുടെ തിരുവാതിരക്കളി, മറ്റു കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ സാംസ്കാരികം 2025 അവാർഡ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ മുൻ അധ്യാപിക കമല ടീച്ചർക്ക് സമ്മാനിച്ചു. നിരവധി സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച ടീച്ചർക്ക് നാടിന്റെ ആദരമായാണ് അവാർഡ് സമ്മാനിച്ചത്. രാഘവൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രാഘവീയം പുരസ്കാരമാണ് 90 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന കമല ടീച്ചർക്ക് സമ്മാനിച്ചത്. ടീച്ചറുടെ ശിഷ്യൻ കൂടിയായ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇതിൽ അതിയായ ആഹ്ലാദമുണ്ടെന്ന് അധ്യാപിക പറഞ്ഞു. 19 വയസ്സിൽ ജോലിയിൽ കയറിയിരിക്കണം. മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു, അവിടെ 5 കൊല്ലമായിരുന്നു. പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് PSC കിട്ടി. തിരുവില്ലാമലയാണ് ആദ്യം ജോലി ചെയ്തായിരുന്നു. അവിടുന്ന് നേരെ ചെറുതുരുത്തിക്ക് വന്നു. ചെറുതുരുത്തി പെൻഷൻ വരെ ചെറുതുരുത്തിയെ തന്നെ ഉണ്ടായത്. അംഗീകാരം കിട്ടിയത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അത് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അംഗീകാരത്തിനുള്ളത് അർഹതയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മറ്റുള്ളവർ നിശ്ചയിക്കണതാണല്ലോ, നമ്മൾ കണക്കാക്കണതല്ല. ബറാത്ത് രാവിനെ വരവേൽക്കാൻ ഒരുങ്ങി വെള്ളിയാഴ്ച പകൽ നിരവധി വിശ്വാസികൾ മുള്ളൂർക്കര ടൗൺ ജുമാ മസ്ജിദിൽ എത്തിച്ചേർന്നു. വെള്ളിയാഴ്ചയുടെ രാവാണ് ബറാത്ത് രാവ്. وكل ما أمرنا الله أن نفعله هو خير وكل ما سن لنا رسول الله صلى الله عليه وسلم فعله هو خير بعضنا يفعل الخير بحسن الأخلاق. ഇതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദർ രാത്രിയിലുണ്ടാകും. ശനിയാഴ്ചയാണ് വിശ്വാസികൾ നോമ്പ് നോക്കുക. ഭക്ഷണവിശാലത, ആയസ്, പരലോകമോക്ഷം എന്നിവ ലഭിക്കുന്നതിനായും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളി ഖത്തീബ് അഷ്റഫ് ദാരിബി നേതൃത്വം നൽകി. റംസാനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്ന് പള്ളി പ്രസിഡന്റ് MP കുഞ്ഞുകോയ് തങ്ങൾ, സെക്രട്ടറി KM ഉമ്മർ ഹാജി, ട്രഷറർ ഷംസുദ്ദീൻ എന്നിവർ പറഞ്ഞു. ഇന്ന് രാത്രി മുളകരയിൽ പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലെ ഖബർസ്ഥാനായ മണ്ണുവട്ടത്ത് വെച്ച് പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടെ ഈ ബറാത്ത് രാവിനെ ധന്യമാക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിൻ്റെ ശ്രേഷ്ഠമായ റമദാന് മുമ്പുള്ള തുടക്കം കൂടിയാണ്.
അത് അതിൻ്റെ പുണ്യതയോടുകൂടെ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദിനാചരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കല്ലൂർ ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സദനം ശ്യാമളൻ മുഖ്യപ്രഭാഷണം നടത്തി. മൃഗങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടും അവർക്ക് വെള്ളമായും ഭക്ഷണമായിട്ടും വേണ്ട സ്ഥലത്തുകൾ കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടും സ്നേഹിക്കുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുന്ന മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ട് പിന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ മെനക്കെടാറില്ല. അതിനോട് യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് കൃഷിക്കാരും പച്ചക്കറി കൃഷിക്കാരും അതിൻ്റെ തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ആളുകളും ബാലേട്ടനെ കണ്ടാൽ വിളിച്ച് വണ്ടിയിൽ പച്ചക്കറി എടുത്തു കൊടുക്കരുത്, എറിഞ്ഞു കൊടുക്കരുത്. ബാലേട്ട നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ചന്ദ്രൻ, PC ജയരാജ്, E പത്മകുമാർ, മുണ്ടഞ്ചേരി മോഹൻദാസ്, മാസ്റ്റർ ശ്രീഹരി, സന്ദീപ്, അജിത്, YN ജയഗോപാൽ എന്നിവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച മാതൃകയായ ശബരിനാഥ്, നന്ദൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കല്ലൂർ ബാലനെക്കുറിച്ച് ശ്രീഹരി കവിതാലാപനം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ KVR ഹൈസ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് പ്രഥമ ബാച്ചിലെ എല്ലാ കുട്ടികളും രാജ്യപുരസ്കാർ അവാർഡിന് അർഹരായി. നടുവട്ടം GVHSSലും PTYM സ്കൂളിലുമായി കഴിഞ്ഞ മാസം നടന്ന ടെസ്റ്റ് ക്യാമ്പിലാണ് മികവുറ്റ നേട്ടം കരസ്ഥമാക്കിയത്. സ്കൂൾ പ്രധാനാധ്യാപിക KR ഷീന, സ്കൗട്ട് മാസ്റ്റർ കൃഷ്ണകുമാർ, ഗൈഡ് ക്യാപ്റ്റൻ ലീഗിത എന്നിവർ കുട്ടികളെ അഭിനന്ദിച്ചു. ഓൾ കേരള ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ 6ാമത് വാർഷിക കൺവെൻഷനും സയന്റിഫിക് സെമിനാറും ഫെബ്രുവരി 15 പാലക്കാട്ട് നടക്കും. രാവിലെ 10 മണിക്ക് VK ശ്രീകണ്ഠൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോമിയോപ്പതി കൈവരിച്ച നേട്ടങ്ങൾ പങ്കുവയ്ക്കുന്ന വിവിധ വിഷയങ്ങൾ ഡോക്ടർ KP നന്ദകുമാർ, ഡോക്ടർ T അജയൻ എന്നിവർ അവതരിപ്പിക്കും. രോഗപ്രതിരോധത്തിൽ ഹോമിയോപ്പതി നടപ്പിലാക്കുന്ന രീതികൾ, ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് നൽകി വരുന്ന ചികിത്സ ഉൾപ്പെടെ സംവാദ വിഷയമാകും. രോഗിക്കും ഡോക്ടർമാർക്കും ആശ്വാസം നൽകുന്ന രീതികൾ ആവിഷ്കരിക്കും. അസോസിയേഷൻ നേരത്തെ സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസിന്റെയും കലണ്ടറിന്റെയും പ്രകാശനവും നടക്കും. സ്ഥാപനങ്ങളാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഡോക്ടർമാരുടെയും അറിവുകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസിനെയും ഉദ്ദേശിച്ചാണ് ഈ സയന്റിഫിക് സെഷൻ ഇതിന്റെ കൂടെ ചേർത്ത് നടത്തുന്നത്. അതിൽ ആദ്യത്തെ സെഷൻ നാളെ നടത്തുന്നത് നമ്മുടെ പാലക്കാട് തന്നെ ഉള്ള നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറും നല്ലൊരു പ്രാക്ടീഷണറുമായ ഡോക്ടർ KP നന്ദകുമാർ, അമൃത ഹോമിയോ മെഡിക്കൽ സെന്ററിലെയാണ്. പുള്ളിയുടെ സെഷനാണ് ഫസ്റ്റ് ഉള്ളത്. അഡ്വാൻസ്ഡ് പാത്തോളജിക്കൽ ഡിസീസസിനെ കുറിച്ചാണ്, അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും പ്രോട്ടോകോൾസിനെ കുറിച്ചുമാണ് നാളത്തെ ആദ്യത്തെ സെഷൻ വരുന്നത്. രണ്ടാമത്തെ സെഷൻ ഡോക്ടർ T അജയൻ, ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിലെ കന്യാകുമാരി പുനശ്ശേഖരത്തുള്ള കോളേജിലെ പ്രൊഫസർ ആസ് വെൽ ആസ് HOD ഓഫ് മെഡിസിൻ, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടറാണ്. പുള്ളിയുടെ അതിലെ ട്രയാഷ് ഓഫ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇൻ അഡ്വാൻസ്ഡ് പാത്തോളജി. രണ്ടും ക്രോണിക് കേസസിന് കൂടുതലായിട്ടും, എസ്പെഷ്യലി ക്യാൻസർ പോലുള്ള കംപ്ലൈൻസിനും അതുപോലെ സിവിയർ ആയിട്ടുള്ള കംപ്ലൈൻസിനും എല്ലാത്തിനും ഹോമിയോപ്പതിക് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നും നമുക്ക് അതിന്റെ ബേസിക് തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഹോമിയോപ്പതിയിലൂടെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ V ശ്രീകാന്ത്, E രമേഷ് നായർ, V മിഥുൻ, രഞ്ജു ബേബി, KP അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി മാറ്റൊലി. ഉത്സവങ്ങൾക്ക് ആന വേണോ എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാകുകയാണ്. നാം സ്വയം അപകടം ക്ഷണിച്ചു വരുത്തുകയല്ലേ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. കാലാകാലങ്ങളിൽ പണ്ട് കാലം മുതൽ ആന എഴുന്നള്ളിപ്പ് നിർബന്ധമായി. ഇനിയും അത് തുടർച്ചയായി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എവിടെയെങ്കിലും ഒരു ആന ഓടിക്കഴിഞ്ഞാൽ എല്ലാ ഉത്സവങ്ങളും നിർവഹിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ നിർബന്ധമായിട്ടും ആനയെ എഴുന്നള്ളിക്കാൻ വേണ്ട ബഹുമാനപ്പെട്ട കോടതിയും തരണം എന്നാണ് എൻ്റെ കാര്യം. ഉത്സവങ്ങൾക്ക് എന്തായാലും ആന വേണം. ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അതിൻ്റെ നിയമപരമായിട്ടുള്ള ആനകളെ എഴുന്നള്ളിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണത്. നമ്മുടെ കാലങ്ങളായിട്ട് ജനപ്രപൂരത്തിനും കാര്യങ്ങൾക്കൊക്കെ ആന ഉള്ളതാണ്. ഒറ്റപ്പാലം ദേശത്തിൻ്റെ ഇവിടുന്ന് ഞങ്ങൾ 5 ആനയെ കൊണ്ടുവന്നതാണ്. അതെന്തായാലും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ ജനങ്ങളുടെയൊക്കെ ആവശ്യം. അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ടോ?
അപകടം അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ യാതൊരു അപകടം ഉണ്ടാവില്ല. ഇത്രയും കാലമായിട്ട് അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന് തലവേദനയായി സാക്ഷികളുടെ മൊഴിമാറ്റം. സാക്ഷികൾ മൊഴിമാറ്റുന്നത് പ്രതി ചെന്താമര വീണ്ടും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ കൊല്ലുമെന്ന് ഭയന്ന്. മൊഴിമാറ്റം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് വരോട് സ്വദേശി അഫ്സറിന്. വാരിയലിന് പരിക്കേറ്റ അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ 17-കാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും NSS KPT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. മദ്യകമ്പനി വിഷയം കത്തിനിൽക്കുന്ന എലപ്പുള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് BJP മെമ്പർമാർ വിട്ടുനിന്നതോടെ 22-അംഗ ഭരണസമിതിയിൽ പ്രമേയ ചർച്ചയ്ക്കെത്തിയത് 8 CPM മെമ്പർമാർ മാത്രം. ബ്രൂവറി അനുകൂല നിലപാട് സ്വീകരിച്ച CPM-ന് പ്രാദേശികമായി വീണ്ടും തിരിച്ചടി. എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ. പാലക്കാടൻ കർഷക മുന്നേറ്റവും ഹരിത അസോസിയേഷനും ഐക്യദാർഢ്യ പൊതുയോഗം നടത്തി. ഒയാസിസ് കമ്പനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത കർഷകരും നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും നാടിന് അഭിമാനമെന്ന് PUCL സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA പൗരൻ. വ്യാപാര മേഖലയെ തകർക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപാരികളുടെ മാർച്ചും ധർണയും. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് പുനഃക്രമീകരിക്കണമെന്നും വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കണമെന്നും പ്രധാന ആവശ്യം. അഗ്നിരക്ഷാസേനയെ മികവുറ്റ സേനാ വിഭാഗമാക്കിയത് ഇടതു സർക്കാരെന്ന് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA. പാലക്കാട്ട് കേരള ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സമ്മേളനം. മികച്ച പരിശീലനവും ഉപകരണങ്ങളും നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സർക്കാർ ആധുനികവൽക്കരിച്ചെന്നും MLA. പത്തിരിപ്പാല ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ്. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം. ആവശ്യമുന്നയിച്ച് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.